ഹലോ, ഇന്ന് നമുക്ക് നേന്ത്രക്കായയും ചേനയും വെച്ചിട്ട് ചെയ്തെടുക്കാവുന്ന നല്ലൊരു അടിപൊളി എരിശ്ശേരിയുടെ റെസിപ്പി നോക്കാം. അതിനു മുമ്പായി നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കൂ. ഇനി നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോവാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചെറിയൊരു കഷ്ണം ചേന എടുത്തിട്ട് ഇതുപോലെയൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 നേന്ത്രക്കായ അതുപോലെ തന്നെ അരിഞ്ഞെടുത്തത് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂണോളം ഉപ്പും 1/2 ടീസ്പൂണോളം മുളക് പൊടിയും 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് കുക്കർ ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു വിസിൽ കേൾക്കുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്കും നമുക്ക് ഇതിലേക്കുള്ള അരപ്പൊന്ന് അരച്ച് മാറ്റി വയ്ക്കാം. ഞാനിവിടെ 1/4 കപ്പ് തേങ്ങയിലേക്ക് 1/4 ടീസ്പൂണോളം ചെറിയ ജീരകം കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. നല്ലപോലെ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാൻ പാടില്ല. ഇവിടെ ഇപ്പോൾ നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്ത് വന്നു. ഒരു വിസിൽ വന്നതും ഞാൻ ഗ്യാസ് ഓഫാക്കിയിട്ടിട്ട് ആ വിസിൽ കളഞ്ഞതിന് ശേഷമാണ് തുറന്ന് നോക്കുന്നത്. വിസിൽ പോകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലപോലെ വെന്തുടഞ്ഞു പോകും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇവിടെ ഇപ്പോൾ പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ അരച്ച് മാറ്റി വെച്ച അരപ്പും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ടൊന്ന് വെച്ച് കൊടുക്കാം. ഇവിടേതാ നമ്മുടെ കറി നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. നല്ല പാകത്തിന് കുറുകി തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കി കൊടുത്തിട്ട് ഇതിലേക്കുള്ള വറവുകളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു ചട്ടിയിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ നല്ലപോലെ ചൂടായതിന് ശേഷം ഞാനിവിടെ 2 ടീസ്പൂൺ കടുക് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടി ഒന്ന് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് പൊട്ടിച്ചതിന് ശേഷം ഞാനിവിടെ 4-5 ഉണക്കമുളകും 1 തണ്ട് കറിവേപ്പിൻ്റെ ഇല കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തേങ്ങ കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മൊരിയുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്തൊക്കെ തീ സിമ്മിലായിരിക്കണം. ഒരുപാട് കൂട്ടിയിട്ടുണ്ടെങ്കിൽ കരിഞ്ഞ ടേസ്റ്റായി പോകും. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ബ്രൗൺ കളറാകുമ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി മാറ്റി വെച്ച കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേനയും നേന്ത്രക്കായും വെച്ചിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള എരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പ്ലീസ് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കൂ. അപ്പോൾ ഇനിയും നല്ല നല്ല റെസിപ്പീസായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബായ്.